എനിക്ക് കേരള പോലീസിനെയും ഇവിടുത്തെ ലോയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അത് ഫസ്റ്റ്. പിന്നെ ഈ കേസ് കള്ളക്കേസാണ്. ഞാൻ ആരെയും റേപ്പ് ചെയ്തില്ല. കാരണം എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമാവാറ് എനിക്കൊരു കുട്ടിയായിട്ട് ഞാൻ മാന്യമായിട്ട് ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി കൊണ്ട് ഞാൻ സ്ത്രീകളെ വളരെ കെയർഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറ്റവും എല്ലാം ഞാൻ വളരെ കെയർഫുള്ളാണ്. എന്റെ പേരിൽ ഇതുപോലെ തന്നെ ഒരു പരാതി വന്നാണ്. അപ്പൊ എന്റെ പേരിൽ ഇത് സ്ഥാപിക്കുന്ന പരാതിയാണ് ഒരു കള്ളക്കേസ്. അത് ഇതിന് പിന്നിൽ ആക്ച്വലി ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് കുറച്ച് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഞാൻ ഒരു പ്രശ്നം ഉണ്ട്. എനിക്ക് ഓൾറെഡി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. അപ്പോ ഈ പറഞ്ഞ എന്റെ പേരിൽ കേസ് കൊടുത്തു എന്ന് പറയുന്ന ആള് എന്റെ ഫാമിലിയുടെ അത്ര ബന്ധമുള്ള ആളാണ്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അറിയുന്ന എന്റെ വൈഫിനെയും ഉമ്മാനെ കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചാൽ അത് തിരിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഓടി ഇവരുടെ പേര്. ഇപ്പോൾ ഈ ഷിയാസ് പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ കറക്റ്റാണെന്നോ അല്ലയോ എന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും പോലീസൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിൽ എന്തോ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതിനകത്തുള്ള ഇല്ലാത്ത കേസുകളൊക്കെ കൊടുക്കുന്ന സാധാരണ രീതിയിലാണ്. ഇപ്പോൾ ഷിയാസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തൻ്റെ ഉമ്മയുടെയും ഭാര്യയുടെയും ഇതേണക്ക് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് തിരിച്ചു ചോദിച്ചപ്പോഴാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ വന്നതെന്നുള്ള രീതിയിലാണ്. എന്തായിരുന്നാലും ശരി, ഇങ്ങനെയുള്ള കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സത്യം എന്തോന്ന് മനസ്സിലാവും. ഇതേണക്ക് സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം വന്ന ഉടനെ ഉണ്ടെങ്കിൽ ഇതേണക്ക് എന്നെ ശാരീരികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെയെന്ന് പറഞ്ഞുള്ള ഒരുപാട് കേസ് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ മിക്കതും ഫേക്ക് ആയിട്ടുള്ളത് കൊണ്ട് നമ്മളത് കാണാറുള്ളതാണ്. അതേ കണക്കാണ് നിവിൻ പോളിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇതിപ്പോൾ സത്യമാണോ അല്ലയോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഷിയാസിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആദ്യമേ ഉണ്ട് ഈ ബീഫിൻ്റെ കാര്യം വന്നിപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിന് അന്വേഷണം നടത്തി കറക്റ്റായിട്ട് നോക്കൂ. ഇപ്പോൾ ഇതേ കണക്ക് ഷിയാസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ശിക്ഷ ചെയ്യുക. അതല്ലാതെ ഇതേ കണക്ക് ആ പെണ്ണാണ് കള്ളക്കേസ് കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും ആ പെണ്ണിനെതിരെയും കേസ് എടുക്കേണ്ടത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.